ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ്. നമ്മൾ കൊല്ലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അൽ ഹയാത്തിൽ കയറി കഴിച്ചു. നമുക്ക് യാത്ര തുടരാം. നല്ല കിടിലൻ സ്ഥലമൊക്കെ കണ്ട് നമുക്ക് പോവാം. നമ്മൾ അമ്മേൻ്റെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചാണ് നമ്മൾ ഈ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരു 5 hours കൂടെ ഉണ്ട് ഗുരുവായൂർ എത്താനായിട്ട്. ഇപ്പോൾ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. രാത്രി ഒരു 10:30 ആയപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിയായിരുന്നു. രാവിലെ നമ്മൾ തൊഴുവാനെത്തിയതാണ്. നല്ല തിരക്കുണ്ട്. ഒരു മണിക്കൂർ നിന്നാലേ നമുക്ക് തൊഴുവാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് നേരം ക്യൂ നിൽക്കാതെ തന്നെ നമുക്ക് ദർശനം കിട്ടിയിരുന്നു. കൃഷ്ണ 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 രാധ കാമുക, ഈ ഭക്തൻ 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 പാടും ദുഃഖം കേൾക്കണേ. കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ തം സമർത്ഥക, ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ. കൃഷ്ണ 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 രാധ കാമുക, ഈ ഭക്തൻ 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 പാടും ദുഃഖം കേൾക്കണേ. കൃഷ്ണ 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 ഗോപി കൃഷ്ണ തം സമർത്ഥക, ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ. കൃഷ്ണ 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 രാധ. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ മൊത്തം സൈഡുകളിലും ഫുള്ള് കടയാണ്. ഒരുപാട് കടകളുണ്ട്. അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോവാണ്. ഗുരുവായൂർ പോയി ഒരു പ്ലാനും ഇല്ലാതെ നമ്മളിതാ ഇവിടെ ഊട്ടിയിലെത്തിയിരിക്കുന്നു. ഊട്ടിയിൽ എപ്പോഴും തണുപ്പാണ്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. മഴയും പെയ്യുന്നുണ്ട്. അതിന് നമ്മളൊരു പൈൻ ഫോറസ്റ്റ് ഇറങ്ങി. ഗൈസ്, എൻ്റെ പിറകിൽ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. ഗൈസ്, ആ കുരങ്ങ് നോക്കണ്. ഫാമിലി ആയിട്ടൊക്കെ ഊട്ടി വരുന്നവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണിത്. ഇത് പൈക്കരയാണ്. ഇനി റെഡി ആവണം. നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ പുറത്തെ വ്യൂ ആണ്. നല്ല രസമുണ്ട് രാവിലെ അവിടുത്തെ വീടുകളും ഒക്കെ കാണാനായിട്ട്. ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട്. സുഖം ഉറക്കുക. அட சின்ன சின்ன அன்பில் தானே ஜீவன் இன்னும் இருக்கு. வட்டாம்பூச்சி கூட்டத்துக்கு வட்டாയ. ഈ തമിഴ്നാട് കയറുന്ന റോഡുകളിൽ അത്രയും ഈ എരുമകളും പോത്തുകളും റോഡിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് അവർ. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഒരു 9 AM ടീ ഫാക്ടറി ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ടീ ഫാക്ടറിയിലെത്തി. ഇവിടെ ഒരുപാട് കടകളുണ്ടോ ഗൈസ്. ഇവിടെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ അടിപൊളി സ്പോട്ടാണ്.
ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഇവിടെ ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ലൈവായിട്ട് ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണാനായിട്ട് പറ്റും. Benchmark Chocolate Factory. Cocoa tree in India is an intercropping plant, and these cocoa pods are harvested when ripe yellow. These pods are broken, fermented, and sun-dried and shifted to the processing center. ഈ ടി വിയിൽ ആ പ്രോസസ്സൊക്കെ കാണിക്കുന്നുണ്ട്, അവരെങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നും ടീ പൗഡർ ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഇനി മുകളിലാണ് ടീ ഫാക്ടറി. 6 വെറൈറ്റീസ് ഓഫ് ടീ ഫ്രീ എന്നാണ് പറയുന്നത്. ഇത് ടീ ലീവ്സ് ആണ്. ഇവിടെ ടീയുടെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുണ്ട്, ഹിസ്റ്ററി ഓഫ് ടീ. പിന്നെ നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ലൈവ് ടീ പൗഡർ ഉണ്ടാക്കുന്ന മെഷീൻസ് ഒക്കെ കാണാവുന്നതാണ്. നമ്മൾ ഈ കാണുന്നത് ടീ മെഷീൻസ് ആണ്. ഈ തേയില ഉണ്ടാക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തണുപ്പുണ്ടല്ലേ, വിറച്ച് നിൽക്കുന്ന വീഴുന്ന ഇഷ്ടമല്ല. സൂപ്പറായിട്ടുള്ള നല്ല കാഴ്ചകളൊക്കെയാണ്. ആളിവിടെ കൊരങ്ങി നടക്കും. വേണ്ട രണ്ട് കുരങ്ങന്മാരുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. വീണ്ടും ഒരു കുരങ്ങന്മാർ. ഇവിടെ 2 കുരങ്ങന്മാരെ കാണുന്നുണ്ട്. ഇവിടെയാണ് എൻട്രി ഫീസ്. ഇവിടെ അഡൽറ്റിന് 10 രൂപയാണ്. 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ളവർക്ക് ടിക്കറ്റ് ഉണ്ട്. അവർ നമുക്ക് ഫ്രീ ആയിട്ട് ചായ തരുന്നതാണ്. നമ്മൾ 4 പേരുള്ളതുകൊണ്ട് നമുക്ക് 4 ചായയാണ് കിട്ടിയത്. ഞാനിപ്പോൾ പറഞ്ഞത് ഏലക്ക ഇട്ട ചായയാണ്. നമുക്ക് താഴെ വന്ന് ചായ കുടിക്കാവുന്നതാണ്. കുടിച്ചോട്ടെ, നല്ല ചൂടുണ്ട്. രാവിലെ ചായ കുടിക്കാൻ സെറ്റാണ്. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർ ഗൈസ്, സൂപ്പർ. ഇവിടെ നമുക്ക് തേയില വാങ്ങാൻ കിട്ടും. ഈ ഒരു ഷോപ്പ് മുഴുവൻ തേയിലയാണ്. നമ്മൾ ഇവിടുന്ന് 3 തേയിലയാണ് വാങ്ങിയത്. 2 ബ്ലാക്ക് ടീയും പിന്നെ ഏലക്കയിട്ട തേയില. നമുക്കിവിടെ ടേസ്റ്റ് ചെയ്യാൻ തരില്ല, അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വരുന്നവർ മാംഗോയും വൈറ്റ് ചോക്ലേറ്റും വാങ്ങിക്കണേ. നമ്മൾ മേളിൽ വന്നപ്പോൾ നമുക്ക് ഫാൻസി ഒക്കെ കിട്ടും. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റുള്ള ഒരു ഫാൻസി. നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ഒരു 70s തിയേറ്ററൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് സിനിമയൊക്കെ കാണാവുന്നതാണ്. ഡ്രസ്സ്, വിൻ്ററിലിടാൻ പറ്റുന്ന കോട്ട്, അങ്ങനെയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഒരു കട കൂളിംഗ് ഗ്ലാസ്സിനായിട്ട്. ഇവിടെയും ഡ്രസ്സാണ്. ടീ ഫാക്ടറിയിലേക്ക് കയറുമ്പോൾ ഒരുപാട് കടകൾ കാണാൻ പറ്റും നമുക്ക്. നമ്മൾ അടുത്തതായി പോകുന്നത് പൈക്കരയാണ്. പൈക്കര നമ്മൾ ഊട്ടി വരുന്ന വഴിയാണ് പൈക്കര വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്പോട്ടൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഷൂട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇവിടെ വന്ന് നമുക്ക് കുറച്ച് നടക്കാനായിട്ടുണ്ട്. ഇവിടെ പുലിയും ചീറ്റയും ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമുക്കിവിടെ ഡോഗിനെയൊക്കെ കൊണ്ടുപോകാന്നുള്ളതാണ്. ഇവിടെ 2 പേര് 2 ഐറ്റം. ഞാൻ ആ ഡോഗിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെയാണ് പൈക്കര വാട്ടർഫാൾ. ഇതാണ് ഇവിടെ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ സെറ്റാണ്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ആ വാട്ടർഫാൾ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. നമ്മൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഇവിടെ 6 മണിക്ക് ശേഷം കയറ്റി വിടുന്നതല്ല. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ വരുന്നതായിരിക്കും ബെറ്റർ.
കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മൃഗത്തിനെ കാണാതെ പോകാൻ പറ്റില്ല. ഇവിടെ ഒരു മാനുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു, ഒരു 10-20 എണ്ണം വരും. ദോ ഗൈസ് മാൻ. ഇവിടെ ഓരോ അനിമലിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആനയുടെ സ്ഥലമാണ്, പക്ഷെ ആനയൊന്നും അവിടെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അടുത്തത് കാട്ടുപോത്തിനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാട്ടുപോത്ത് നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം. കാട്ടുപോത്തിനെയും കണ്ടിട്ടില്ലായിരുന്നു ഗേസ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ മാൻ തന്നെയായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു ഇവിടെ. അവിടെ ഒരു പുലി. പതുക്കെ പതുക്കെ പതുക്കെ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ് ഈ മൃഗത്തിനെ കാണാൻ പറ്റുമെന്ന്. നമ്മളിവിടെ ഒരു ആനയെ കണ്ടായിരുന്നു, പക്ഷേ ആ ആനയുടെ കൂടെ ഒരു ആനപ്പാപ്പൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാട്ടാനയാണെന്നാണ് വിചാരിച്ചത് ഗൈസ്. നമ്മൾ മസനഗുഡി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ ഇറങ്ങി ഒന്ന് ലഞ്ച് കഴിക്കാമെന്ന് കരുതി. നമ്മളിവിടെ ഇറങ്ങി. എവിടെ ഗൈസ്, നമ്മൾ അവിടെ കണ്ടതുപോലത്തെ ആ പാപ്പൻ എന്നുള്ള ആനയല്ലേ, ഇത് കാട്ടാനയാണ് ഗൈസ്, കാട്ടാന. ആ സൈഡിൽ കാട്ടാന, ഈ സൈഡിൽ മാനും. ഒരു 10-40 മാൻ വരും ഗൈസ്, ഒരുപാട്, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അറിയില്ല എന്തോ മാന് ആ സൈഡ്. പിന്നെ ഒരു മയില്, 2 മയിലുണ്ടായിരുന്നു, പെൺമയിലായിരുന്നു അത്. കാട്ടാന. ഗൈസ്, ഇതാണ് അത് നമ്മൾ സാധാരണ മങ്കിയല്ല, അത് വേറെ ഒരു തരത്തിലുള്ള മങ്കിയാണ്. നമ്മൾ മസനഗുഡി ഏകദേശം കഴിയാറായിട്ടുണ്ട്. മസനഗുഡി വഴി കോയമ്പത്തൂർ കയറാൻ വന്ന നമ്മള് മസനഗുഡി വഴി വീണ്ടും ഊട്ടിയിലേക്ക്. എനിക്ക് വയ്യ ഗായ്സ്. നമ്മൾ ശിവന്റെ ഒരു ബിംബം കാണാൻ പോയിട്ടുണ്ട്. 7 മണിക്കാണ് അവിടെ ലൈറ്റൊക്കെ ഇട്ട് ആ പ്രോഗ്രാം നടക്കുന്നത്. നമ്മളൊരു ഇരുട്ടത്തെ വഴിയാണ്, നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. കുറച്ച് നടക്കാനായിട്ടുണ്ട്, കുറച്ചല്ല കുറേ അധികം നടക്കാനായിട്ടുണ്ട്. നമ്മൾ എത്തിയത് ഒരു 7:15-നാണ്. നമ്മൾ എത്തിയപ്പോൾ അവിടുന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളിത് കാണുമ്പോൾ ഫോണിൽ വീഡിയോ എടുക്കാനായിട്ട് ഫ്ലാഷ് ഓണാക്കാൻ പാടില്ല. चटाटवी गलज्जल प्रवाह पावित स्थले गले विलम्बिताम्बुजंग तुंग मालिका मोट्ट 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 मन्निनाद वड्ड मर्वयं चकार चंड तांडवं तनोतु नः शिव. हर हर शिव शंकर नीलकंठ गंगाधर आए शरणम तिहारे. ज्ञान ऐसा विशाल बैठे हो मृगनयन छाए माथे चंद्र विराजे. तनना ना 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 तनना ना 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 तनना ना 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 तनना ना 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 तनना ना 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 तनना ना 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 ना. जटाकटाह सप्रम ब्रह्मण्यलिम्ब निर्जरी विलोल बीच वल्लरी विराजमान. ഇതാ ലൈറ്റ് ഷോ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഈ ശിവന് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കോയമ്പത്തൂർ വരുന്നവർ മസ്റ്റ് ട്രൈ ആണ് ഈ ലൈറ്റ് ഷോ. അത്രയ്ക്ക് സൂപ്പറാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്, വിട്ടു പോവരുത്. കോയമ്പത്തൂരാണിത്. ആ ലൈറ്റ് ഷോ കാണാൻ സൂപ്പറാണ് ഗൈസ്. ഇതാണ് ആ ശിവൻ. ആ ശിവൻ്റെ ചുറ്റും നമുക്കൊരു പ്രാവശ്യം നടന്നായിരുന്നു നമ്മൾ. നല്ല രസമാണ് ആ ശിവനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ടും.
ലൈറ്റ് ഷോ കഴിഞ്ഞിട്ടൊരു ഡാൻസ് പരിപാടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു നല്ല പാട്ടും ഒക്കെ ആയിരുന്നു. സൂപ്പറാണ് അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ടൊക്കെ. നമ്മളീ കേൾക്കുന്നത് അവരുടെ ഓൺ വോയിസ് ആണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഒരു അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കഴിച്ചില്ലായിരുന്നു. ഇത് എങ്ങനെയുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. കൊള്ളാമോ? കൊള്ളാമെന്നാണ് ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ ആയപ്പോഴാണ് കേരളത്തിലെത്തിയത്. കേരളത്തിൽ നിന്ന് ഒരു ബറോട്ടയും ചിക്കൻ കറിയും ഒക്കെ വാങ്ങിച്ചു കഴിച്ചു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എഴുത്താണി എന്നാണ്. രാവിലെ ബറോട്ടയും ചിക്കൻ കറി ഇതൊക്കെ കഴിക്കാൻ സൂപ്പറായിരുന്നു. 10:30 ആയപ്പോൾ വീഡിയോ തരായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കോയമ്പത്തൂരിൽ നിന്ന് പോവുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.